ഒരു സെക്കൻഡിൻ്റെ കാര്യം. അപ്പം ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവരുതേ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് എടുക്കാനുള്ള ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ. പാർത്ഥിവ, സ്ഥലം ഓർമ്മ ഉണ്ടോ? അതെ, മറക്കാൻ പറ്റുമോ? ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ്. അപ്പം എന്താണ് കാരണം ഇത്രയും ലേറ്റായിട്ട് വീഡിയോസൊക്കെ ലേറ്റായി? അപ്പം എന്താ കാരണം എന്നൊക്കെ ഞാൻ പറയാം. അപ്പം നമ്മൾ ഇപ്പോൾ നേരെ പാർത്ഥിവനെ കൂട്ടാൻ വേണ്ടി പോവാണ്. കാരണം ഇന്നത്തെ വീഡിയോൻ്റെ ആള് പാർത്ഥിവൻ തന്നെയാണ്. ഇതെന്താ സീൻ അറിയോ? പാർത്ഥിവ 4 പേര് എന്താ ലിയോ ആയിരുന്നു. പാർത്ഥിവൻ ഇടയ്ക്ക് സൈക്കോ ആവും. അങ്ങനെ വെച്ചാൽ ലിയോ ആവും. ലിയോ ആയി കഴിഞ്ഞാൽ എന്താ ഷൊർണൂരെ പത്താത്, അല്ലെങ്കിൽ എന്താ ജിമ്മ് വേണ്ട. അപ്പൊ വൈശാട്ടിന് പ്രൊമോഷൻ ആവും. വൈശാട്ട് നമ്മുടെ സ്വന്തം കേട്ടോ. വേറെ കാര്യം, എമർജൻസി അഞ്ചും ചുങ്കം ചെറുതുരുത്തി. അപ്പൊ പാർത്ഥിവ കഥ പറയണ്ടേ? അതിനാണ് വന്ന് പറയാം. പോവാം. പാർത്ഥിവനാ കഥ ഞാൻ പറഞ്ഞുതരാട്ടോ. പാർത്ഥിവന്റെ കഥകള് എന്തിനാ എന്റെ കഥകൾ? പേഴ്സ് പറയാനല്ലേ? പാർത്ഥിവനൊന്നല്ല കേട്ടോ. ഞാനാ പാർത്ഥിവനെ പോയത് ഞാനാണ്. അപ്പൊ ആരെ മണ്ടൻ? ഞാൻ തന്നെ. എല്ലാത്തിനും വേറെ ഞാനാ. നമ്മൾ എവിടെ എത്തി നോക്കാം. നമ്മൾ ആര്യങ്കാവിന്റെ അവിടെ എത്തി. നമ്മളെ സ്ഥലം എത്താറേ. നമ്മുടെ മെയിൻ സ്പോട്ടിൽ പോയിട്ട് നമ്മള് വീഡിയോ എടുക്കുള്ളൂ. അതെ. അപ്പൊ നമുക്ക് കുഞ്ഞൊരു കയറ്റ ഫ്രണ്ടിൽ പറഞ്ഞു കാണിച്ചു കൊടുക്ക്. കുഞ്ഞു കയറ്റ എന്തായാലും നമുക്ക് ജസ്റ്റ് 4 ഇട്ടിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 4 എങ്ങനെ ഇടാന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇടാം. എന്തായാലും ഇടും. ഞാൻ അതിന്റെ മുന്നേ ജസ്റ്റ് ഇപ്പൊ ഈ ഒരു കയറ്റ 4 ഒന്നും ഇല്ലാണ്ട് ഈ വണ്ടി കയറും. പക്ഷെ എങ്കിലും ജസ്റ്റ് 4 ഇട്ട് നമുക്ക് നോക്കി നോക്കാം എങ്ങനെ കയറുന്നത്. നമ്മള് 4 എല്ലിലേക്കിടാൻ പോകാം കേട്ടോ. എല്ലേക്ക് നീ ഒന്ന് കാണിക്കുന്നുണ്ട്. മുമ്പിൽ തന്നെ കയറും. നമ്മളൊന്നും ചെയ്യാം. കണ്ടോ? എത്തി. ഇതാണ് കഥാനായകൻ പാർത്ഥിവൻ. അപ്പോൾ നമ്മൾ കമാൻഡറും കൊണ്ട് വന്നിട്ടുണ്ട്. കമാൻഡർ തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ ഒക്കെ വരും. അത് ഈ കാര്യം പറഞ്ഞു തരട്ടെ. എല്ലാവർക്കും നമ്മളറിയുന്ന കുറേ ആൾക്കാർക്ക് അറിയേണ്ട കാര്യം കൊണ്ട് അല്ലേ പാർത്ഥിവ? അതെ. അപ്പോൾ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാര പ്രശ്നം ഗുരുതരമായിട്ടുള്ള ഒരു കേസ്. അതായത് ഞാൻ ഇട്ടിരുന്നത് ഇതേ ഡ്രസ്സാണ്. അതായത് മുണ്ടും ടീഷർട്ടും. പെട്ടെന്ന് ഈ വണ്ടിയിൽ നമുക്ക് 4 ഗിയർ ഉണ്ടല്ലോ, 4x4. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അന്നാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. എന്നാലും ഞാൻ ഇതിലൊരു വീഡിയോ ജോയിൻ ചെയ്യാം. ബാക്കി നമുക്ക് അതിന് ശേഷം സംസാരിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ എല്ലാവരും കാത്തിരുന്ന ദൃശ്യങ്ങൾ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ അപ്പുറത്തെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ്, ഇത് കൃഷ്ണ ബേക്കറി കേട്ടോ, കൂനത്ര. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുട്ടയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ വെച്ചു. എന്താ വെച്ചാൽ മുണ്ടല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാ സാധനം പേഴ്സ് വെച്ച് കണ്ടില്ലേ, അപ്പോൾ അങ്ങനെ പേഴ്സും വെച്ചു. മുട്ട അപ്പുറത്ത് ഫ്രണ്ടിലുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇപ്പുറത്തെ ഒരു കാറുണ്ട്, ആ റെഡ് കാറ് കണ്ടോ, ആ കാറ് ഒന്ന് മാറ്റിയിടണം. അപ്പോൾ അത് പറഞ്ഞു. അതിനുശേഷം നമുക്ക് വണ്ടി എടുത്ത് പോകാൻ വേണ്ടി, നമ്മുടെ വണ്ടിക്ക് ഒടി കമ്മിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ സ്കൂട്ടറൊന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഇതൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ബോണറ്റിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോഴേക്കും പിന്നെ മറ്റേ ആൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാറിൻ്റെ ആൾക്ക് ഞാൻ പറഞ്ഞു കുറച്ചും കൂടി നീക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂപ്പര് കറക്റ്റായിട്ട് നീക്കി തന്നു. അങ്ങനെ നമ്മൾ വേഗം തന്നെ പോകാനുള്ള പ്ലാൻ ഇട്ടു കേട്ടോ. അങ്ങനെ ഫ്രണ്ടിൽ നിന്ന് മുട്ട ഞാൻ എടുത്തു. ചാവി എപ്പോഴും ബോണറ്റിൻ്റെ മുകളിലുണ്ട്. പേഴ്സ് അവിടെ തന്നെ ഉള്ളത് നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞു ഞാൻ പാർത്ഥിവനോട് പറയുന്നുണ്ട് വീടിൻ്റെ ചാവി ഒന്ന് എടുക്കുമെന്ന്. അപ്പോൾ മൂപ്പരെന്താ ചെയ്തിച്ച തൊട്ടപ്പുറത്ത് ചാവി മാത്രം എടുത്തു, വാലറ്റ് കണ്ടില്ല. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ആ നേരത്തെ ഒരു സെക്കൻഡിൻ്റെ ഒരു കേസാണത്. പിന്നെ വണ്ടിയുടെ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കി കഴിഞ്ഞതൊന്നും കാണില്ല. ഫ്രണ്ടിൽ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കാണില്ല. കുറച്ച് അപ്പുറത്തേക്കുള്ള വ്യൂ ആണ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ വേണച്ചിട്ട് വാലറ്റ് അവിടെ മറന്നിട്ട് ആരും ഇതൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം എങ്ങനെയാണ് വണ്ടി ഇവിടുന്ന് എടുത്തിട്ട് പോകണത് എന്ന് ഇതിൽ തന്നെ കാണാൻ പറ്റും.
അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടി കമ്മിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 1-2 വട്ടൊക്കെ എടുത്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ വണ്ടി ബാക്കിലത്തെ വണ്ടിയൊക്കെ നീക്കാൻ വേണ്ടി ഇത് വെച്ചതിൻ്റെ എല്ലാം കാരണം. അപ്പോൾ പേഴ്സ് പോയതിൻ്റെ കാര്യം വണ്ടിയുടെ മേലേക്ക് ഇടുകയാണോ എന്നല്ല, ഒരിക്കലും അല്ല, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം. തിരിച്ചു കഴിഞ്ഞാൽ നേരെ പോവായി വണ്ടി, നമ്മളിതൊന്നും നോട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ പോയി. അത്രേ ഉള്ളൂ സംഭവം. ഇങ്ങനെയാണ് ഉണ്ടായത്. ഈ പാർത്ഥിപൻ നമുക്ക് പറഞ്ഞു എങ്ങനെയാണ് പാർത്ഥിപൻ അത് ചെയ്തത്, എങ്ങനെ പാർത്ഥിപൻ അടക്കം ചെയ്യാൻ പറ്റിയത് പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക് എല്ലാം കേൾക്കാം. തുടങ്ങിയത് എക്സ്പീരിയൻസ് ലൈക്ക് എന്താണ് ഉണ്ടായിന്ന് പറഞ്ഞാൽ മതി, അല്ലാണ്ട് ഇപ്പൊ നീ വേറെ ഇതൊന്നും പറ. എന്തായാലും അതിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ആ ഒരു ഇതില്. എന്തായാലും പാർത്ഥിപൻ പറയും. പക്ഷെ എന്താ കാര്യം അപ്പൊ എന്താ ഉണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കെ പറയാം. അപ്പൊ എന്താ ഉണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഈ കൂനത്ര ബേക്കറിയുടെ പേരെന്തായിരുന്നു, കൃഷ്ണ കൃഷ്ണ ബേക്കറിൽ ഞങ്ങളൊരു 2 ലൈമും ഞാൻ പറയണം കേട്ടോ. ഓരോ ചിക്കൻ റോളും കഴിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കണമെങ്കിൽ ബാക്കിൽ വേറെ സ്വിഫ്റ്റ് കൂടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു ഒന്ന് ബാക്കിലോട്ട് നിർത്തുമോ എന്ന് ചോദിച്ചു. ഇവൻ ഇവിടെ നിൽക്കുകയാണ്, ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ എടുക്കാൻ നോക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ നമുക്കൊരു സ്കൂട്ടി എടുത്ത് അടക്കം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് അഭിജിത്ത് അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ മുണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ നോർമലി കാറിലോ അല്ലെങ്കിൽ ബൈക്കിലോ ഏതിലും പോണിച്ചാലും ബൈക്കിലാണെന്ന് വെച്ചാൽ ടാങ്കിൻ്റെ മുകളിൽ വെക്കും, കാറിലാണെങ്കിൽ നേരെ ബോണറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ റൂഫിലോ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാറുണ്ട്. അതേപോലെ മുണ്ടായി കൊണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല, അല്ലെങ്കിൽ പോക്കറ്റിലിടായിരുന്നു. നേരെ ബോണറ്റിൻ്റെ മുകളിൽ വെച്ച് പോയി, നേരെ ലെഫ്റ്റ് സൈഡിൽ ബോണറ്റിൽ വെച്ചിട്ട് പോയി. ഞാനത് കണ്ടില്ല, അവൻ എന്തൊക്കെ വെക്കുന്നത് കണ്ടു. പക്ഷേ അതവിടെ ഇരുന്നിട്ട് കയറുന്ന സമയത്ത് ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവൻ അങ്ങനെ സ്കൂട്ടി എടുക്കാൻ പോയി, ഞാനും അവൻ്റെ കൂടെ പോയി. എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ കൊണ്ട് നിർത്തി. പിന്നെ ആളുടെ റിവേഴ്സ് എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് നേരെ വന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അപ്പുറത്തെ കടയിൽ കുറച്ച് സാധനം മേടിക്കാൻ വേറെ കയറിയിരുന്നു. അതിന് ശേഷമാണിത്. അപ്പോൾ എന്നിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആ സൈഡിൽ ഇവിടെ ഇട്ട് ഇങ്ങനെ പൊഴിച്ചിരിക്കുക. ഇവൻ അത് നോക്കുന്നില്ല, അവൻ അങ്ങനെ വന്ന് കയറി. ഞാനും കയറി. കീ എടുക്കാൻ മറന്നു. അപ്പോൾ കീ ഇത് പേഴ്സാണെങ്കിൽ ഇവിടെ കീ ഉണ്ട്. ഞാൻ വന്നിട്ട് ഇവിടുന്ന് കീ എടുത്ത് കയറി. പേഴ്സ് എപ്പോഴും കണ്ടില്ല. അപ്പോൾ നമുക്ക് എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടാണ് ഇവൻ പറയുന്നത് പേഴ്സ് കാണാനില്ല എന്ന്. അപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, കാരണം ഇങ്ങനെ വെച്ചൊരു ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ കൃഷ്ണ ബേക്കറിക്ക് തിരിച്ചു വന്നു. അന്ന് പറഞ്ഞാൽ അന്ന് രാത്രി തന്നെ ഒരു അരമണിക്കൂറിന് ശേഷം വന്നു. അരമണിക്കൂറിന് ശേഷം തന്നെ വന്നത്. അരമണിക്കൂർ ആയിണ്ടായാലും തോന്നുന്നില്ലേ, 10-20-25 മിനിറ്റ്. നമ്മൾ അവിടുത്തെ വേഗം നമ്മുടെ അവിടുത്തെ CCTV ഉണ്ടായിരുന്നു, വേഗം ചെക്ക് ചെയ്തു. കറക്റ്റാ പേഴ്സ് ഞാൻ വെക്കുന്ന വീഡിയോ അല്ലേ, അത് നമ്മൾ അവിടെ നിർത്താണ്. അപ്പൊ ഇതിപ്പോ എന്താന്ന് വെച്ചാല് ഇതിലിപ്പോ കുറ്റപ്പെടുത്താൻ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ കുറ്റപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട ഒരു സെക്കൻഡിന്റെ കാര്യം. അപ്പം ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവരുതേ എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് എടുക്കാനുള്ള ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. മുണ്ട് ആണ് എല്ലാത്തിനും കാര്യം. അപ്പം എന്താ വെച്ചാൽ ഇപ്പോൾ കുറേ പേര് അതേപോലെ ഇവരെ കുറ്റം പറഞ്ഞില്ലേ. കാരണം ഞാൻ തൊട്ടപ്പുറത്ത് കീ എടുത്തിട്ട് പോകുന്നത്. സത്യം പറഞ്ഞതിൽ കുറ്റം പറഞ്ഞതിൽ അതൊന്നും ഇല്ല. ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കാരണല്ലേ. അപ്പോൾ അവൻ പറഞ്ഞു വെച്ച എനിക്ക് ഓർമ്മയില്ല വെച്ചാൽ പിന്നെ വേറെ ആരും മറ്റു കാര്യമില്ലല്ലോ പറഞ്ഞു. സത്യം പറഞ്ഞാൽ പാർത്ഥിവൻ തന്നെ കാരണം. അതെ, ഞാനാണ് കാരണം. നല്ലടാ. അതായത് ലൈസൻസ്, ഡെബിറ്റ് കാർഡുകൾ, അതേപോലെ തന്നെ നമ്മുടെ പാൻ കാർഡ്, ലൈസൻസ് ഞാൻ പറഞ്ഞു, ആധാർ കാർഡ്, അങ്ങനെ പൈസ ഒരു 100-800 റുപ്യ ഉണ്ടായിരുന്നു. പിന്നെ പോട്ടെ, നമുക്ക് അറ്റ്ലീസ്റ്റ് പേഴ്സ് കിട്ടുക എന്നുള്ള ഒരു ഇത് തന്നെ ഉള്ളൂ. നമ്മളൊരു സാധനമൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക്, അതായത് സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലും പലരും ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. കുറെ പേരൊക്കെ ഷെയർ ചെയ്തു ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്പോട്ടിൽ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് ഉള്ള കേസുകൾ ഒക്കെ ഉണ്ടാവുക, നമ്മളെ ഏരിയ ആൾക്കാരാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇടുകയാണെന്ന് വെച്ചാൽ ഒരു ഇതുണ്ട് ലേറ്റ് ആയിട്ട്. പിന്നെ അപ്പം ചിലവർ എന്തെങ്കിലും പറയാറുണ്ട് ഞങ്ങൾ അങ്ങനെ സ്റ്റാറ്റസ് ഒന്നും ഇടാറില്ല, അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കരുത് അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാനും അങ്ങനത്തെ ആളെ. പക്ഷെ പാർട്ടി പെട്ടു. അതെ, അവന് കുറ്റബോധം ഉള്ളതുകൊണ്ടാവും. ഞാനൊരു കാരണം അല്ല, അങ്ങനെയല്ല, കുറ്റബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിപ്പോ സഡൻ ആയിട്ട് എല്ലാ ഇതും വരുമല്ലോ. അപ്പൊ വേഗം ഇടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ എത്തിപ്പോ ചില മിസ്സിംഗ് കേസുകൾ, എന്റെ പേഴ്സ് പിന്നെ പോട്ടെ, കുട്ടികൾ മിസ്സിംഗ് ആയിട്ടുള്ള കേസുകൾ, ഇങ്ങനത്തെ അതേപോലെ വണ്ടി മിസ്സിംഗ് കേസുകൾ, ഇതൊക്കെ പെട്ടെന്ന് ആക്കുകയാണെന്ന് വെച്ചാൽ അവരധികം ഏരിയ വിട്ട് പോയിട്ടുണ്ടാവില്ല. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അവരെ പിടിക്കാനും ഇതാക്കാനൊക്കെ സാധിക്കും. മറ്റുള്ള സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്ക് എപ്പോഴൊരു ആരാന്റെ അമ്മയ്ക്ക് അതാണ് സ്വയം വരുമ്പോഴാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. കാരണം നിലവിലെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ എയും ഇതൊക്കെ നല്ലോണം നമ്മുടെ ഒരു ഡോക്യുമെന്റ് പോയി കഴിഞ്ഞാൽ വലിയ ഡേഞ്ചറാണ് വരാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക കേട്ടോ ഈ കേസും ഇതൊക്കെ. കാരണം ക്യാഷും ഒരുപാട് പോകും, അതുപോലെ ടൈമും പോകും. ക്യാഷ് ഇപ്പൊ ഇതിൽ 100-800 റുപ്യ ഉള്ളൂ എന്ന് വെക്കുക. അപ്പൊ നല്ല എമൗണ്ട് എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരികയാണെന്ന് വെച്ചാൽ, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കേസിൽ നടക്കുന്ന സമയത്ത് കുറെ ആൾക്കാർ നമ്മളെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഓരോ സ്ഥലത്ത് മുമ്പ് ആൾക്കാർ കഥ അറിയാൻ വേണ്ടി എങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ആൾക്കാർ അവരുടെ അനുഭവം പറയും, എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ആൾക്കാർ നോക്കിയിരിക്കുകയാണ് അത്രേ. നമ്മുടെ സാധനം എവിടെയെങ്കിലും വെക്കാനോ, ഫോണോ, പേഴ്സോ, വോട്ടെവർ ഇട്ട് ബാഗോ
ഒന്ന് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കാത്രേ. നമ്മുടെ പിന്നിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് അവരെടുത്തിട്ട് പോകുന്നതാണ് പറയുന്നത്. അപ്പം നല്ല ശ്രദ്ധിക്കുക, അങ്ങനത്തെ കേസൊക്കെ എനിക്ക് വന്നു, നിങ്ങൾക്ക് വരാതിരിക്കട്ടെ. എന്താ പറഞ്ഞു പോവാ? അത് പിന്നെ ആൾ ഡീസൻ്റാ. അതെ, കുറ്റബോധം ഉണ്ടായിരുന്നു. ഞാൻ കുറെ വിളിച്ച് വോയിസ് ഒക്കെ പറഞ്ഞ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഗുണങ്ങളുണ്ട് പാർത്ഥിവന്. റിവിഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങള് ബൈക്കിൽ വന്ന് തപ്പി, നടന്ന് തപ്പി, ഒക്കെ തപ്പുണ്ട്. കൊളഞ്ചേരിക്കുളം മുതൽ അത് ഞാൻ കൊടുക്കടാ, കൊളഞ്ചേരിക്കാലം അത് കൊടുക്കും. അപ്പൊ അത് അങ്ങനെ. ഓക്കെ, അപ്പൊ ശരി, ബാക്കിയുള്ള അപ്ഡേറ്റ് ഞാൻ എന്തായാലും അറിയിക്കാം. നമുക്ക് കമാൻഡറിന്റെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കും. അപ്പോൾ നമ്മുടെ ചാനൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെയാണ് മാക്സിമം ഇതിലിടുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ഇടുക, പിന്നെ എന്താ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, ഫ്രണ്ട്സിന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ. പാർത്ഥിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? പാർത്ഥിവനും ഞാനെന്ന് പറഞ്ഞ കുറെ കാലം മുന്നുള്ള ബന്ധമാണ്. അതായത് ഞങ്ങൾ തമ്മിൽ കുറെ മുന്നേ അറിയാം. LKG മുതലുള്ള ബന്ധമാണ്. ഞാൻ കാർമലിലാണ് ഞങ്ങൾ പഠിച്ചത്. അല്ല, അത് വേറെ നാണുണ്ടായിട്ടല്ല, അങ്ങനെ. അത് യൂഷ്വലി ഞങ്ങൾ കാർമലൈറ്റ്സ് അങ്ങനെയാണ്. കാർമൽ എന്ന് പറയുമ്പോ ഞങ്ങൾക്ക് അതെ, പക്ഷെ നല്ല സ്കൂളാണ് കേട്ടോ, നന്നായിട്ട്. എന്താടാ, നല്ല സ്കൂളാണ്. എന്തായാലും പഠിക്കണം നിങ്ങള്, നല്ല നമുക്ക് സ്റ്റാൻഡേർഡ് വരും. ഓക്കെ, ഞങ്ങളൊക്കെ കണ്ടില്ലേ ഇവിടെ നോക്ക് ജീപ്പ്, അതെ, സെറ്റപ്പ് അജുവേട്ടന്റെ ജീപ്പാണ്. എന്റെ നല്ല whatever we are traveling. കണ്ടോ, ഞങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചു, കാർമലിൽ പഠിച്ചുകൊണ്ട് മാൻബൺ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രസമുണ്ടോ? ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിവേ, അപ്പൊ ഞങ്ങൾ UKG മുതലുള്ള ബന്ധമാണ്. ബട്ട് ആ സമയത്തൊന്നും നമ്മൾ അത്രയും ക്ലോസ് ഒന്നും അറിയില്ല. അറിയാം, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ കൈൻഡ് ഓഫ് ഇൻട്രോവേർട്ട് ആയിരുന്നു കുറച്ചും കൂടി. അപ്പൊ അങ്ങനത്തെ ഒരു കാലം ഞാൻ അധികം ആൾക്കാർ സംസാരിക്കില്ല. ഞാൻ പിന്നെ ഒരു സൈക്കോനോട്ടെന്നൊക്കെ പറയുന്നുണ്ട്, വളരെ ആരും ഇങ്ങോട്ടൊന്നും ഇങ്ങോട്ട് അങ്ങനെ ഇതാക്കാല്ലേ. ഞാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ ആൾക്കാർ എന്നെ കാണുമ്പോൾ പൊതുവെ ജഡ്ജ് ചെയ്യാറുണ്ട്. ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ അങ്ങനെയുള്ള അതെങ്കിലും കമ്പനിയായി മനസ്സിലാവും. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. സോ ഇവനെ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ +2 അല്ലേ പാർത്ഥിവ? +2 7th വരെ കാർമലിനായിട്ട് SN പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ +2 കോമേഴ്സ് നമ്മൾ SNൽ ഒന്നിച്ച് ചെയ്തു. അങ്ങനെ ആണ് ഞങ്ങളുടെ ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാല്. ശരിക്കും പുള്ളിക്കാരൻ മറ്റേ HTC അല്ലേ, DLED ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എക്സാക്ട്ലി, ഞങ്ങള് കോമേഴ്സ് ഒന്നിച്ച് പഠിച്ചാണ്. SNലാണ് ഞങ്ങൾ പഠിച്ചത്. ഞങ്ങളുടെ കുറച്ച് ടീച്ചേഴ്സൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും കേട്ടോ. ടീച്ചേഴ്സൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കാണുകയാണെങ്കിൽ. ഞാൻ ആർക്കും അയച്ചു തരുന്നൊന്നുമില്ല. ടീച്ചേഴ്സ് യാദൃശികമായിട്ട് കാണുകയാണെന്ന് കമന്റ് ചെയ്യണം, കാർമലിന്റെ ടീച്ചേഴ്സും. സോ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായത്. സോ വെയിറ്റ്, അങ്ങനെ ഞാൻ DLED പോയി +2 കഴിഞ്ഞോണ്ട്, കൊമേഴ്സ് കഴിഞ്ഞിട്ട്. ഇവൻ നേരെ CMA ഡിഗ്രി ചെയ്തു. പിന്നെ അതിനുശേഷം തൃശ്ശൂര് CMA US ചെയ്തു. അപ്പൊ അങ്ങനെയാണ് അവന്റെ കഥ. ഞാൻ ഇങ്ങനെ പോണ്. ഇനി നമ്മുടെ ഭാവി പ്ലാൻസ് എന്താന്ന് ചോദിച്ചാല്, ടീച്ചിങ് ഞാൻ പറയാം, ഇപ്പൊ ആയിട്ടില്ല സമയം. അപ്പൊ വേറെ കുറച്ച് പ്ലാൻസും കാര്യങ്ങളും ഉണ്ട് അതിന്റെ ഇടയിൽ. സോ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളെ. അപ്പോ പാർത്ഥിവ, സ്ഥലം ഓർമ്മ ഉണ്ടോ? അതെ, മറക്കാൻ പറ്റുമോ? അപ്പൊ ഇവിടുന്നാണ് ഇവിടെ പേഴ്സ് പോയത് കേട്ടോ. മൂപ്പരിപ്പ കയറുന്നു കണ്ടോ, ഏകദേശം അവിടെ ഇട്ട് വണ്ടി നിർത്തി ബാക്ക് ഇറങ്ങി ഞാൻ തിരിച്ച് ഇങ്ങനെ പോയി. മറ്റേ ഷൊർണൂർ പോണ വഴി.